ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ ഷിപ്പുഡിൽ നിന്ന് ഫാൻ മെയ്ഡ് മാങ്കിയുടെ ഫൈനൽ പാർട്ടാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിൽ ഗോക്കും അക്കട്സുക്കിയും തമ്മിൽ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് പറഞ്ഞത്. അങ്ങനെ ഇവരെ ഗോക്കുവിന്റെ പുറകിലായി മറ്റൊരു ഗോക്കു വരുന്നിട്ടുണ്ടാകും. ഇത് കാണുന്ന നമ്മുടെ ഗോക്കു ആണെങ്കിൽ ഞാൻ പിന്നെയും ഗെഞ്ചിത്തുവിൽ പെട്ടുപോയോ, എന്നാൽ ഇത്തവണ ഇത് നടക്കില്ല എന്ന് പറയുമ്പോഴാണ് അക്കട്സുക്കിയുടെ ഡ്രസ് ഇട്ട ആ ഒരു ഗോക്കു അങ്ങനെയാണോ, എന്നാൽ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് ഗോക്കുവിന്റെ വയറിന് നോക്കി ഒരു പഞ്ച് ചെയ്ത ഉടൻ തന്നെ നീ ഇത്ര വേഗം വീക്കായോ എന്നും ചോദിക്കുന്നു. ഇത് കാണുന്ന നമ്മുടെ പെയിൻ പറയും, അടിപൊളി, അവൻ ചാക്ര കുറച്ച് സീലായിട്ടുണ്ട്, സാസോരി നിന്റെ പപ്പറ്റിനൊക്കെ റെഡിയാക്കി വെക്ക്. അപ്പോഴേക്കും സാസോരി ബോസ് എല്ലാം റെഡിയാണ് എന്ന് തിരിച്ചും പറയുന്നു. അങ്ങനെ പെയിൻ പറയും അവനെ എല്ലാവരും അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാ ഗോകുവിന്റെ അടുത്തേക്ക് ഓടി എത്തുമ്പോഴേക്കും നമ്മുടെ ഗോകു ആണെങ്കിൽ അവിടെ നിന്നും പെട്ടെന്ന് മറിഞ്ഞ് പെയിനിന്റെ പുറകിലെത്തും. ഇത് കാണുന്ന പെയിനിന് തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇവന് ഇത്രയധികം സ്പീഡുണ്ടോ? പെയിനിന്റെ പുറകിലെത്തിയ ഗോകു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നീയാണല്ലോ ഇവരുടെയൊക്കെ ബോസ്. അങ്ങനെ പെയിൻ ആണെങ്കിൽ ഗോകുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഗോകു തന്റെ കൈ കൊണ്ട് പെയിനിനെ 2 പീസാക്കി വെട്ടുന്നു. അങ്ങനെ പെയിൻ പറയും ഇനി നിങ്ങൾക്ക് വേറെ വഴിയില്ല, ഉടൻ തന്നെ കീഴടങ്ങിക്കോ എന്നും പറയുന്നു. എന്നാൽ അതാ ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റൊരു പെയിൻ അവിടെ വന്ന് നമ്മുടെ സോൾ ക്യാപ്ചറിനെ സമൺ ചെയ്ത് ഗോകുവിന്റെ സോൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കും. ആ ഒരു സോൾ ക്യാപ്ചർ ആണെങ്കിൽ ഗോകുവിന്റെ ആ ഒരു സോൾ ഏകദേശം പകുതിയോളം എടുത്തിട്ടുണ്ടാകും. എന്നാൽ ഗോകുവും ഒട്ടും വിട്ടുകൊടുക്കാതെ എന്റെ സോളിനെ പിടിച്ചു വയ്ക്കുമ്പോഴാണ് ദൈതരയുടെ ആ ഒരു ബോംബ് ഗോകുവിന്റെ പുറകിൽ വന്ന് വലിയൊരു ബ്ലാസ്റ്റ് അവിടെ ഉണ്ടാകുന്നു. എന്നാൽ നമ്മുടെ ഗോകു അതിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിലും ആ ഒരു സോൾ ക്യാപ്ചർ ആണെങ്കിൽ ഗോകുവിന്റെ കൈഭാഗത്തുള്ള ആ ഒരു സോൾ മാത്രം എടുത്തിട്ടുണ്ടാകും. അതുകൂടാതെ നമ്മുടെ സോൾ ക്യാപ്ചർ നമ്മുടെ പെയിനിനെയും എടുത്ത് പഴയതുപോലെ റെഡിയാക്കി വെക്കുന്നുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗോകുവിനാണെങ്കിൽ തന്റെ ഒരു കൈയില്ല. അപ്പോൾ തന്നെ പെയിൻ ഇറ്റാച്ചിയോട് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി പറയും പ്ലാൻ പ്രകാരം എല്ലാം കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്, അവന്റെ ഒരു കൈ മുഴുവനായും ഇല്ലാതായി, അവന്റെ ആ ഒരു കൈയിൽ ചാക്ര ഫ്ലോ നിന്നു എന്നും പറയുന്നു. അങ്ങനെ പെയിനും പറയും ഓക്കെ, നമ്മൾ പ്ലാൻ പ്രകാരം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാഗുസു, ഹിഡാൻ, ഇനി നിങ്ങളുടെ ടൈമാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ കിസാമയാണെങ്കിൽ അവിടെ പതിയെ വെള്ളം കൊണ്ട് നിറക്കാൻ വേണ്ടി തുടങ്ങും. ഈ സമയം കാഗുസുവിനെ നോക്കിക്കഴിഞ്ഞാൽ കാഗുസുവിന്റെ കൈ വെച്ച് ഗോകുവിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഗോകു അവിടെ നിന്നും ഒഴിഞ്ഞു മാറി നമ്മുടെ കാഗുസുവിന്റെ അടുത്തെത്തി കാഗുസുവിന്റെ തലക്ക് പിടിച്ച് നിലത്തടിക്കുന്നു. അത് കഴിഞ്ഞ് സാസോരിയുടെ പപ്പറ്റി പിന്നെയും അടിക്കാൻ വേണ്ടി വരുമ്പോൾ ഗോകു മുകളിലോട്ട് പറക്കുന്നു. എന്നാൽ ഗോകു മുകളിൽ എത്തുമ്പോഴേക്കും മരത്തിന്റെ മുകളിൽ ചുറ്റുമുണ്ടായ ദൈതരയുടെ ആ ഒരു ഉറുമ്പ് പോലുള്ള ആ ഒരു ബോംബ് മുഴുവനായും പൊട്ടിത്തെറിക്കുന്നു. എന്നാൽ അതിൽ നിന്ന് ഗോകു എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പുറത്തു വരുന്നുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗോകുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഗോകുവിന്റെ ആ ഒരു ബോഡിയിൽ നിന്നും ചാക്ര ഇല്ലാത്ത ആ ഒരു കൈ മുറിഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ പെയിൻ പറയും കിസാമേ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ കിസാമയും ഓക്കെ ബോസ് എന്ന് പറഞ്ഞ് ഗോകുവിന്റെ ആ ഒരു അറ്റുപോയ കൈയില്ലേ അത് തന്റെ ആ ഒരു വാട്ടർ വെച്ച് ഹിഡാന്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ കാഗുസു ആണെങ്കിൽ പിന്നെയും എഴുന്നേറ്റു, ഇമ്മോർട്ടലായ എന്നെ തന്നെ അടിച്ച് എന്റെ തല പൊളിച്ചു, ഞാൻ ഒരു നിമിഷം മരിച്ചുപോയി എന്നാണ് കരുതിയിരുന്നത്. ഈ സമയം നമ്മുടെ ഹിഡാനെ നോക്കിക്കഴിഞ്ഞാൽ ഗോകുവിന്റെ ആ ഒരു കൈയെടുത്ത് അതിന്റെ ആ ഒരു ബ്ലഡ് ടേസ്റ്റ് ചെയ്തു, ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് എന്നും പറഞ്ഞ് ആ ഒരു മാർക്കും ക്രിയേറ്റ് ചെയ്ത് വേദന എന്താണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ ഒരു കത്തിയെടുത്ത് ഹിഡാനാണെങ്കിൽ തന്റെ വയറിന് നേരെ കുത്തുന്നു. എന്നാൽ അതേ വേദന നമ്മുടെ ഗോകുവിന് ഉണ്ടാവുകയും താഴെ വീഴുകയും ചെയ്യുന്നു. ഈ സമയം ഗോകുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഗോകുവിന്റെ വായിൽ നിന്നും ബ്ലഡ് ഒക്കെ വരാൻ തുടങ്ങും. അങ്ങനെ ഗോകുവിനും മനസ്സിലാകും അവനെ തന്നെ ഹേർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കും അത് ഫീൽ ആകുന്നുണ്ട്. അങ്ങനെ ഇത് കാണുന്ന ഹിഡാൻ പറയും അടുത്തത് നിന്റെ കാല് ഞാൻ വെട്ടും, നിന്റെ കാല് വെട്ടിക്കഴിഞ്ഞാൽ എനിക്കിനി ഓടി ഒളിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഗോകു പറന്നു വന്ന് ഹിഡാനെ തന്നെ അടിച്ചു തെറിപ്പിക്കുന്നു. ഈ സമയം ഹിഡാനാണെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അവൻ എങ്ങനെ ഇത് സാധിച്ചു എന്ന് പറയുന്നു. ഇത് കാണുന്ന പെയിനിനാണെങ്കിലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ സമയം നമ്മുടെ ഹിഡാന്റെ ബോധം പോവുകയും ചെയ്യുന്നുണ്ട്. ഹിഡാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവനെ എതിർത്ത് നിൽക്കാൻ ഇനിയും പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഇതിനൊക്കെ ടോബിയോടാണ് നന്ദി പറയേണ്ടത്. അവന്റെ പവേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവൻ കറക്റ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സമയം നമ്മുടെ പെയിൻ പറയും ഇറ്റാച്ചി കിസാമെ, ഇനി നിങ്ങളുടെ ടൈമാണ്. ഈ സമയം ഇറ്റാച്ചി ഒന്നും നോക്കാതെ ഗോകുവിന്റെ ബോഡിയിൽ അമത്തറസ് യൂസ് ചെയ്യും. അപ്പോഴേക്കും നമ്മുടെ ഗോകുവിന്റെ ബോഡി കത്താൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഗോകുവിന്റെ ആ ഒരു ഷർട്ടൊക്കെ ഊരി പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഗോകുവിനും ഈ ഒരു ബ്ലാക്ക് ഫയർ കണ്ടിട്ട് ഇതെന്താണെന്ന് കറക്റ്റായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ സമയം തന്നെ നമ്മുടെ കിസാമയാണെങ്കിൽ ഗോകുവിന്റെ പുറകിലെത്തി കിസാമയുടെ ആ ഒരു വാട്ടർ ബബിൾ വെച്ച് ഗോകുവിനെ ക്യാപ്ചർ ചെയ്യും. കൂടാതെ നമ്മുടെ കിസാമെ പറയുന്നുണ്ട് സാസോരിയുടെ പോയിസൺ നീ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്നും പറഞ്ഞ് ആ ഒരു ബബിളിൽ സാസോരിയുടെ ആ ഒരു പോയിസൺ പതിയെ ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഗോകു ശരിക്കും പെട്ടുപോയി. കൂടാതെ ഗോകുവിന്റെ ബോധം പതിയെ പോകാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ നമ്മുടെ പെയിൻ പറയും പ്ലാൻ പ്രകാരം ഇതും കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഈ സമയമാണെങ്കിൽ നമ്മുടെ കാഗുസു ഹിഡാന്റെ അടുത്ത് പോയി ഹിഡാൻ, ഞാൻ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല, നിന്റെ റിച്വലിൽ നിന്നും ഇങ്ങനെ സംഭവിക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോഴതാ കിസാമ ക്രിയേറ്റ് ചെയ്ത ആ ഒരു വാട്ടർ ബബിളിൽ നിന്നും ഒരു യെല്ലോ കളറിലുള്ള ഒരു വെളിച്ചം പതിയെ വരാൻ തുടങ്ങും. ഇത് കാണുന്ന ഇറ്റാച്ചി കിസാമയാണെങ്കിൽ ഒന്ന് പേടിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ഇനി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഗോകു ഇപ്പോൾ സൂപ്പർ സെയിൻ മാറിയിട്ടുണ്ട്.
എത്തിയിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ ഗോക്കു പറയാൻ തുടങ്ങും, എന്റെ ഒരു കൈ പോയത് കൊണ്ട് തന്നെ എന്റെ ബോഡി മുഴുവനായും വേദന എടുക്കാൻ തുടങ്ങുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ തന്നെ തീർക്കുന്നതാണ് നല്ലത്. ആദ്യം ഈ ഒരു കാട് മുഴുവനായും ഇല്ലാതാക്കണം. നിങ്ങൾ എത്ര വെച്ചാണ് എന്നെ ഇങ്ങനെ ഒളിച്ച് പാത്തും പതുങ്ങിയും എന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ ഗോക്കു ആണെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാസ്റ്റ് നിലത്തേക്ക് നോക്കി അറ്റാക്ക് ചെയ്യുന്നു. അവിടെ ഉണ്ടായ മരം ചെടികളെല്ലാം തന്നെ പറന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബ്ലാസ്റ്റ് കഴിഞ്ഞ് പെയിനും ബാക്കിയുള്ള എല്ലാവരും താഴെ ഇറങ്ങി എല്ലാവരും ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗോക്കു പറയും, ഇനി അടുത്ത അടിയിൽ നിങ്ങൾക്ക് ചിന്നി ചിതറാൻ പോവുകയാണ് എന്നും പറഞ്ഞ് നമ്മുടെ ഗോക്കു ആണെങ്കിൽ പതിയെ കാമയാമേഹ യൂസ് ചെയ്യാൻ വേണ്ടി പോകും. ഇസാമെ പറയും, ബോസ് ഈ ജിറ്റ്സു എനിക്ക് അറിയാം, ഇത് അത്രയധികം ഡേഞ്ചർ ആണ്, ഇത് എങ്ങാനും നമ്മുടെ മേൽ കൊണ്ടാൽ നമ്മൾ എല്ലാവരും മരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാവരും തീർന്നു എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഗോക്കു ഒന്ന് ഷോക്കായി ഗോക്കുവിന്റെ വായിൽ നിന്നൊക്കെ ബ്ലഡ് വരാൻ വേണ്ടി തുടങ്ങും. അതായത് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാഗുസു ആണെങ്കിൽ നമ്മുടെ ഹിഡാന്റെ ബോഡിയിലാണെങ്കിൽ ആ ഒരു റിച്ചൽ റിങ്ങിനുള്ളിൽ ഹിഡാന്റെ ബോഡിയിൽ കത്തി വെച്ച് കുത്തി കയറ്റിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു വേദനയും നമ്മുടെ ഗോക്കുവിന് അറിയാൻ സാധിക്കും. ഈ സമയം നമ്മുടെ പെയിൻ പറയും, കാഗുസു നീ അത് ചെയ്തത് നന്നായി. അപ്പോൾ തന്നെ കാഗുസു പറയും, താങ്ക്സ് ബോസ്, അതെന്റെ കടമയാണെന്നും പറയുന്നു. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഇവനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവരൊന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവരുടെ പുറകിലായി ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു. അവന്റെ മുകളിൽ നിന്നും കൈയെടുത്തോ, ഇല്ലെങ്കിൽ നിങ്ങളൊന്നും ജീവനോടെ ഉണ്ടാകില്ല എന്നൊരു ശബ്ദം ഇവർ മുകളിൽ നിന്ന് കേൾക്കുന്നു. അപ്പോഴതാ നമ്മുടെ സെയ്യൻ പ്രിൻസ് ആയിട്ടുള്ള വെജീറ്റ സൂപ്പർ സെയിൻ 2-ൽ അവിടെ എത്തിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് അവനെ എടുക്കണമെങ്കിൽ എന്നെ ആദ്യം തീർക്കണം തുടങ്ങിയ ഡയലോഗ്സ് ഒക്കെ പറയാൻ വേണ്ടി തുടങ്ങുന്നു. അതോടുകൂടി ഈ ഒരു ഡ്രാഗൺ ബോൾ ഷിപ്പുഡൻ എന്നൊരു ഫാൻമേഡ് മാങ്കയും ഇവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര വേഗം ഇത് തീർന്നു പോയോ? അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രാഗൺ ബോൾ ഷിപ്പുഡൻ എന്ന ഈ ഒരു ഫാൻമേഡ് മാങ്കയുടെ ക്രിയേറ്റർ ഈ ഒരു ഫാൻമേഡ് മാങ്ക പബ്ലിഷ് ചെയ്ത സമയത്ത് വിചാരിച്ചത്ര സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ എങ്ങാനും ഇതിന്റെ കണ്ടിന്യൂ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു ഡ്രാഗൺ ബോൾ ഷിപ്പുഡൻ എന്ന ഫാൻമേഡ് മാങ്ക ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള ഫാൻമേഡ് മാങ്കയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.